ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. എൻ്റെ മോനിവിടെ ഉള്ളതുകൊണ്ട് ഒരു സന്തോഷം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വിഷ്ണുവിന് ചില ഇഷ്ടങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യും, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ചിക്കൻ്റെ വേറെ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഡിസേർട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഡിസേർട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പുഡിങ്സും അങ്ങനെ മധുരം കുറയ്ക്കുകയാണ്. ഞാനല്ല, വിഷ്ണു, അനുക്കുട്ടി. പൊടുവിനൊട്ടും മധുരം കൊടുക്കണ്ടെന്നാണ് തീരുമാനം. പക്ഷേ എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കും, ഡിമാൻഡ് ചെയ്ത്. ഓക്കെ, മോളിപ്പോൾ സ്കൂളിൽ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല, ഹാഫ് ഡേ. അപ്പം മോളെ യാത്രയാക്കി കഴിഞ്ഞു, അവരെല്ലാം കുഞ്ഞിനെ കൊണ്ട് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് ഞാൻ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യും. പ്രത്യേകിച്ച് വിഷ്ണു വരുന്നു, അല്ലെ വിഷ്ണു വന്നു, അല്ലെ വിഷ്ണു പോകും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലൊരു മെമ്പർ വരുമ്പോൾ എങ്ങനെയാണോ നിങ്ങളിത് സ്വീകരിക്കുന്നത്, ആ ഒരു ഇൻറ്റിമസി, ആ ഫീലിംഗ് നിങ്ങളുടെ ആ കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ എനിക്കറിയാമല്ലോ. അപ്പം നമ്മളെല്ലാം ഇപ്പോൾ ഞാനിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ പല യാത്രകളും അല്ലെങ്കിൽ ഫങ്ഷൻസൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, കുടുംബങ്ങൾ എന്ന് പറയുന്നു, അനുക്കുട്ടി എന്ന് പറയുന്നു, വിഷ്ണു എന്ന് പറയുന്നു, ബോബിച്ചേട്ടനെ വല്ലപ്പോഴും കാണുന്നത്. എങ്കിലും ബോബിച്ചേട്ടനെ പോലും എത്ര പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ അവരിങ്ങനെ പറയും, ഞങ്ങളുടെ ഫാമിലി മെമ്പറിനെ പോലെയാണ് മാമിൻ്റെ വിശേഷങ്ങളെല്ലാം അറിയാം, അല്ലെങ്കിൽ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. മോളുടെ കാര്യം വരെ ചോദിക്കും, യു കെയിലുള്ള മോൾ എന്ത് പറയുന്നു, മാഞ്ചസ്റ്റർ ട്രിപ്ലെറ്റ്സ് എന്ത് പറയുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലേ തരുന്നത്, സത്യം പറഞ്ഞാൽ. പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ആദ്യമായിട്ട് കാണുന്നതായിരിക്കും, പക്ഷെ ആ ഒരു പരിചയക്കുറവ് തോന്നാറില്ല ആർക്കും. അതാണ് ആ ഒരു സന്തോഷം. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. എനിക്ക് എന്തോ നമ്മുടെ ഒരു അടുത്ത ആൾക്കാരാണ് യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് എ ഫാമിലി എന്നൊരു ഫീലിങ്ങിലാണ് എല്ലാം ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യും. അപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്കൊരു പ്രോഗ്രാമിന് പോകണം. അത് ഈവനിങ് ടൈമാണ്, സമയമുണ്ട്. ഉച്ച വരെ ഒരു 4 മണി വരെ ഞാൻ ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊച്ചടുക്കളയിൽ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അതാണ് വിശേഷം. ഇന്ന് സ്പെഷ്യൽ എന്ത് വേണമെന്ന് എങ്ങനെ ആലോചിച്ചു. ഞാൻ ചിക്കൻ ഫ്രൈ തന്നെ മനസ്സിൽ കാണുന്നത്. നോൺ വെജ് വേണം, ഒരുപാട് കറികളൊന്നും വേണ്ടല്ലോ ചിക്കൻ ഉണ്ടെങ്കിൽ, അതാണ് എളുപ്പപ്പണിയാണ്. ഓക്കെ, അങ്ങോട്ട് പോയല്ലോ. ഉടനെ ഞാൻ പോയില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട്. ഓക്കെ, പത്രവായനയൊക്കെ ഇപ്പോഴാണ്, പത്രവായനയെല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. എൻ്റെ കുറച്ച് റുട്ടീനുണ്ടല്ലോ, അതാണ് എനിക്ക് പൊതുവേ ഉള്ളൊരു ശീലം. അത് കഴിഞ്ഞിട്ട് പോകാം. അപ്പോൾ കിച്ചൺ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മേക്കിംഗ് എല്ലാം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ലഞ്ചിനുള്ള ചിക്കൻ കോഴി പൊരിച്ചത് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1.5 കിലോയുടെ കോഴിയാണ്, 20 പീസസ് ആയിട്ടാണ് കിട്ടിയത്, കുറച്ച് വലിയ പീസാണ്. ഓക്കെ, മസാല ഉണ്ടാക്കട്ടെ. മസാല ഉണ്ടാക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ബിരിയാണി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി. ഇത് കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു, ഇത് ചിക്കൻ വറുത്തെന്ന് പറഞ്ഞാൽ ഫ്രൈ ആണ്, പക്ഷേ എന്നാലും പൊരിച്ചതെന്നാണ് ഞാൻ പറയാം. അങ്ങനത്തെ ഫ്രൈ അല്ല, ഡിഫറെൻ്റാണ്. കുരുമുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നല്ല സ്പൈസിയാണ്, പക്ഷേ ഇത് വറുത്തൊക്കെ വരുമ്പോൾ കുറച്ച് കുറയും. പിന്നെ ഏകദേശം ഒരു 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, വെളുത്തുള്ളി പേസ്റ്റ്, അതായത് ഗാർലിക് പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണും, അത് കൂടുതലാണ് ചേർക്കേണ്ടത്. പിന്നെ ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ മതി. ജിഞ്ചർ പേസ്റ്റ് അത് കുറച്ച്. പ്രധാന കാര്യങ്ങളെല്ലാം ചേർത്തു. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ പീസസ്, അപ്പോൾ അതിലൊരു ഈർപ്പമുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഒരല്പം വെള്ളം എന്തായാലും വേണ്ടി വരും. ഞാനത് ഊറ്റി വെച്ചിരിക്കുമായിരുന്നു, ഈർപ്പം കുറവാണ്. ദിസ് ഇസ് ദി മസാല ഫോർ ദി മാറിനേഷൻ. ഇതാണ് ഇതിൽ പിടിക്കേണ്ടത്. അതായത് പീസസൊക്കെ ഒന്ന് വരയുന്നത് നല്ലതായിരിക്കും. അതായത് ഇങ്ങനത്തെ പീസൊക്കെ നോക്കിയേ, ഇങ്ങനെ വരഞ്ഞ് വയ്ക്കുക, ഉള്ളിലേക്കൊക്കെ കുറച്ച് പിടിക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പം വെള്ളം കൂടി ഞാൻ ചേർക്കണു. അതായത് ഇതിപ്പോൾ എൻ്റെ ചിക്കൻ കുറച്ച് നേരമായി ഞാൻ ഊറ്റി വെച്ചിട്ട്, അത് ഡ്രൈ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചിക്കൻ്റെ ഈർപ്പം ധാരാളം മതി. മാരിനേഷൻ നന്നായിട്ട് പിടിക്കട്ടെ. ഇതൊരു മിനിമം 2 hours വെച്ചേക്കണം എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പുരട്ടി വയ്ക്കുകയാണ്. അവരെല്ലാം കഴിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് വറുക്കാം. ഓക്കെ,
ഇതിനകത്തേക്ക് ഒരല്പം വിനീഗറും കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. 1 ടേബിൾ സ്പൂൺ. അപ്പോൾ കുറച്ചുകൂടി മസാലയൊക്കെ കഷ്ണങ്ങളിലേക്ക് പിടിക്കും. ഒന്നുകിൽ തൈര് ഒക്കെ ചേർക്കില്ലേ നമ്മളങ്ങനെ, ഒരു അസിഡിക്കായിട്ടുള്ള കുറച്ചൊരു സാധനം വേണം. അതും കൂടി ചേർത്താലാണ് കുറച്ചുകൂടി നല്ലത്. നാരങ്ങാനീരോ അല്ലെങ്കിൽ കേടോ. ഇതിപ്പോൾ കുറച്ച് ഒരു ടേബിൾ സ്പൂണിനകത്ത് വിനീഗർ. ഓക്കെ, നല്ല മസാല എല്ലാം എല്ലാത്തിലും എല്ലാം പൊതിഞ്ഞിരിക്കുന്നൊരു പാകം. ഇത് 2 hours റെസ്റ്റിംഗ് ടൈം മിനിമം. അടച്ച് വയ്ക്കാം. കൂടുതൽ സമയം വയ്ക്കണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിരുന്നാൽ മതി. ഓവർനൈറ്റ് മാരിനേഷൻ ആണെങ്കിൽ ഗംഭീരമായിരിക്കും. എടുത്തിട്ട് ക്ലിംഗ് ഫിലിം കൊണ്ട് ഒട്ടിച്ച് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. പിറ്റേ ദിവസം ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 2 hours നമുക്ക് വറുത്ത് തുടങ്ങാം. ഇത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കാം. എണ്ണ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ പീസസ് ഇട്ട് തുടങ്ങും. ചെറുതായിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചിടാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ പുടുമോൾക്കൊരു സൂപ്പ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്ത ഒരു ബ്രൊക്കോളി സൂപ്പാണ്. ഇതൊരു ചെറിയ ബ്രൊക്കോളി ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറിലൊന്ന് വഴറ്റി, എന്നിട്ട് 1.5 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചു. അപ്പോൾ അത് കുറച്ചൊന്ന് വെന്തു. അതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 50 grams ഓഫ് ബട്ടർ, ഒരു വൈറ്റ് സോസ് പോലെ ഉണ്ടാക്കിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതിലേക്ക് മൈദ ചേർക്കും. ഒരു 1 ടേബിൾ സ്പൂൺ മൈദ, അല്ലെങ്കിൽ നമുക്ക് വീറ്റ് ഫ്ലവർ ആകാം, അതല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏതൊരു ഓട്സിൻ്റെ പൊടിയാകാം, എന്തായാലും കുഴപ്പമില്ല. ഈവൻ റാഗിയില്ലേ, റാഗി നമ്മുടെ മുത്താറി, അതിൻ്റെ പൊടി ഇട്ടാലും നല്ലതാണ്. ചെറിയൊരു കളർ ഡിഫറൻസ് വരും, അത്രേ ഉള്ളൂ. ഇത് മാറുന്നു. ഒന്ന് ഫ്രൈ ആയി ഒന്ന് പതഞ്ഞ് വരുമ്പോൾ വീണ്ടും കുറച്ച് പാലും കൂടി ഒഴിക്കാം. ഞാൻ ഒരു കപ്പ് പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എക്സ്ട്രാ. തീ എളുപ്പം കൂട്ടി കൊടുക്കുവാണേ. ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും പറ്റിയതാണ് ബ്രൊക്കോളി സൂപ്പ്. ഹെൽത്തിയാണ് ബ്രൊക്കോളി. നല്ല പതഞ്ഞ് സെറ്റായി വരുന്നു. ഓക്കെ, ഇനി ഫസ്റ്റായിട്ട് പാൽ ഒഴിക്കാം. ഇതൊരു കപ്പ് പാൽ. ഇനി വീണ്ടും കുറച്ച് ഉപ്പ്. ഓക്കെ, പെപ്പർ പൗഡറൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പെപ്പർ ചേർക്കുന്നില്ല, പുഡിന് കൊടുക്കാനായതുകൊണ്ട്. പുഡ് മാത്രമായിരിക്കില്ല കഴിക്കാൻ നമ്മൾ കഴിക്കാം. അന്നേരം നമുക്ക് ആവശ്യമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ മതിയല്ലോ. ഈ ഒരു ഇങ്ങനെ ആയി വരുന്ന സ്റ്റേജ് കണ്ടല്ലോ. തള വന്നിട്ടില്ല, തള വരുമ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത്. ഇതിപ്പോൾ ടൈറ്റായി വരും. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബ്രൊക്കോളിയുടെ മിക്സും കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി കിടന്നിട്ട് തിളക്കട്ടെ. നല്ലൊരു തിക്ക് സൂപ്പായിട്ട് കിട്ടും. ഇത് ഓൾറെഡി കുക്ക്ഡാണ് ബ്രൊക്കോളി. തള വന്ന് തുടങ്ങി. നോക്കിക്കോളൂ, കുറച്ചുകൂടെ തിക്കായല്ലോ. ഇത് കുറച്ചുകൂടി റിച്ച് ആക്കണമെങ്കിൽ ഇച്ചിരി ഫ്രഷ് ക്രീം കൂടി നമ്മൾ അവസാനം തീ ഓഫ് ചെയ്തിട്ട് ചേർക്കാം. പക്ഷേ അത്രയും ഫാറ്റി ആക്കേണ്ട ആവശ്യമില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് റിച്ചായിട്ട് കിട്ടും. ടേസ്റ്റി, യമ്മി നല്ല കുറുകിയ സൂപ്പ്. പുടു വന്ന് പുടുവിൻ്റെ സൂപ്പ് കണ്ട് സന്തോഷത്തിലാണ്. എന്താ യെസ് ബേബി, സീ യുവർ സൂപ്പ്, ലിറ്റിൽ മോർ മിൽക്ക്. ഓക്കെ, ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. പുടു സ്കൂളിൽ നിന്ന് തിരിച്ചെത്തി. You are going to eat your soup. Yes. What is this? Broccoli soup. You like it? Potato soup. Yes. Yeah, potato soup. We are going to eat soup. ഇനി ഞാൻ അടപ്പ് തുറന്നു. ഇനി ഓപ്പൺ ആയിട്ടിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഫസ്റ്റ് സ്ലോട്ട് ഇസ് റെഡി. എണ്ണയിലൊന്ന് മാറ്റുന്നു.
കുറച്ച് കറി ലീവ്സും കൂടി ഇടാം. ഇത് ഈ സ്റ്റേജിലൂടെ നമുക്ക് ഇനി അവസാനത്തെ സ്റ്റേജ്. ഹോട്ട് ചിക്കൻ ഇസ് ഹോട്ട്. കണ്ടപ്പോൾ മനസ്സിലായി ചിക്കൻ ആണെന്നാണ്. ഇവിടെ അങ്ങനെ ചിക്കൻ കഴിക്കുന്ന ആളല്ല. ഫുഡിന്റെ ബിസ്ക്കറ്റ് അമ്മാമ്മ ബിസ്ക്കറ്റ്. Cookie biscuit. Cashew, not cashew. Okay. Yes. അടുത്ത സെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അതുപോലെ ഫ്രൈ ജ്യൂസി. ഫസ്റ്റ് ഞാൻ കുറച്ചുകൂടി മുരിച്ചെടുത്തത്. സെക്കൻഡ് ലോട്ട് ഞാൻ അത്രയും മുരിച്ചില്ല. കുറച്ചുകൂടി ജ്യൂസി സ്റ്റൈലെടുത്തു. രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ കറക്റ്റ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഇതേ എണ്ണയിലിട്ടിട്ടാണ് ഉള്ളി ഒരു സവാള ഒരു 3-4 അരിഞ്ഞ് വയ്ക്കുക. കാരണം കുറച്ച് വെള്ളത്തിന്. എന്നിട്ട് ഈ ഓയിലിട്ട് വറുത്തെടുക്കുക. കുറച്ച് കൂടുതൽ കറിവേപ്പിലയും കൂടെ വീണ്ടും ഇടാം. ലെഗ് പീസ് വിഷ്ണുവിനാണ് ഇഷ്ടം, വിഷ്ണുവിനല്ല. അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് ഉള്ളി ഇടും. ഉള്ളി കൂടി വറുത്ത് കോരാം. അങ്ങനെയാണ് നമ്മുടെ ചിക്കൻ പൊരിച്ചത് ഫൈനലാകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള എരിവും ഉപ്പും ഒക്കെ ഇതിനകത്ത് കിട്ടും. പിന്നെ അതിനകത്ത് കുറച്ച് മസാല അതെല്ലാം ഇതിലോട്ട് പിടിക്കും. ഇതിൽ ആ മസാലയും കൂടി ചേർന്ന് വരും. അതാണ് അഡ്വാൻറ്റേജ്. ഓക്കെ. കോഴി പൊരിച്ചത് പെരുമ്പയറാണ്. ഇത് ഞാൻ കുതിരാനായിട്ട് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ അത് ഇങ്ങനെയാണ്. പെട്ടെന്ന് വേഗം ചെയ്യും. അപ്പോൾ ഇന്നെന്തായാലും ഇത് കുക്കറിലേക്ക് മാറ്റും. എനിക്ക് വലിയ ഇഷ്ടമാണ്, വിഷ്ണുവിനും ഇഷ്ടമാണിത്. ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ മതിയാകും, കുതിർന്നത് കൊണ്ട്. പിന്നെ നമ്മൾ വെറുതെ താളിച്ചാൽ മതി, തോരനാക്കണ്ട. ഇന്നത്തെ ലഞ്ച് വിഷ്ണു സ്പെഷ്യൽ എന്ന് തന്നെ പറയാം. മോര് കാച്ചിയതും പയറ് വളർത്ത ചിക്കൻ ചുട്ടത്. ഇത് ഫോക്കസ് എന്ന കൂടുതലും ചിക്കനിലാണ് കേട്ടോ. മറ്റേ സൈഡ് കറികളായിട്ട് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ മാത്രമാണ്. ഇന്നത്തെ നായികയാണത്. എല്ലാവരും കഴിക്കാൻ വിളിക്കാം. ആക്ച്വലി ഇപ്പം എല്ലാ ദിവസവും ഞാൻ താമസിച്ചാണ് എല്ലാം ഉണ്ടാക്കി കഴിയുന്നത്. വിഷന്ന് കഴിയുമ്പോൾ ഹോട്ട്, ലിറ്റിൽ ഹോട്ട്. ഇതവന് ഇഷ്ടപ്പെടുമോ? ചിക്കൻ വിഷ്ണു എടുത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈറ്റ് ചെയ്യുന്ന എങ്ങനെയാ നോക്കിയാനോ? ഇപ്പോൾ ഈറ്റ് സ്പൂൺ വെച്ചെങ്ങനെ? ഇത് ചെറിയ സ്പൂണല്ലേ? Udo, you want some yogurt? Yes. Good. Yay! Kaal. അനുവിൻ്റെ കാല് കറക്റ്റ്. My kaal. ചിക്കൻ ഫ്രൈ കാൽ. അനുവിനെ ഫ്രൈ വെച്ചിരിക്കുന്നത്. നോക്കാം ആ ഫ്രൈ. വിഷ്ണു ഇത് എടുത്ത് നോക്കില്ലല്ലോ. അനു ആ കാല് രണ്ടും എടുക്കും. ഏ മോനെ അച്ഛനെ കണ്ടില്ലേ? അച്ഛൻ വരുന്നല്ലേ പറഞ്ഞു. അല്ലല്ല നിർബന്ധമില്ല. അച്ഛൻ ഏത് പീസായാലും ഓക്കെ. ഓ യെസ്. പൊടു സ്പൂൺ വെച്ച് കഴിക്കുന്നോ അതോ കൈ വെച്ച് കഴിക്കുന്നോ? പൊടു വിഷ്ണുവിന് ഫ്ലഷി. ഫ്ലഷി. അതിനാ ഉള്ളിയും കൂടെ കൊടുക്കണേ. ഉള്ളി മേളിലാണ്. സാമ്പാർ. യു വാണ്ട് സാമ്പാർ? ഓക്കെ സാമ്പാർ. ഓക്കെ മിക്സ് ആൻഡ് ഈറ്റ്. വെരി നൈസ്. ഉള്ളിയും കൂടെ ചേർത്ത് കഴിക്കണോ? നല്ല ടേസ്റ്റ് കറക്റ്റ് അറിയാം. ദിസ് ഇസ് ചിക്കൻ ചുട്ടത്. ഒത്തിരി ഉള്ളി വേണ്ട. യു ഡോണ്ട് വാണ്ട് ദിസ് മച്ച്? ഇപ്പോൾ പറയാം വേണം കേട്ടോ. മോൻ കഴിച്ചു നോക്കത് പയറോ? അതങ്ങനെ എന്തിട്ട് എങ്ങനെ കാണിക്കുന്നേ? അപ്പോൾ
വിഷ്ണു സ്പെഷ്യൽ ഇന്ന് ചിക്കൻ. പയറും ഇഷ്ടമാണോ? അതൊന്ന് അനുവിനും ചിക്കൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ചിക്കൻ ഇൻ എനി ഫോം. പക്ഷേ ലൂസ് കറി ഇഷ്ടമല്ല. പെരട്ട് ഫ്രൈ ചിക്കൻ സംതിങ് ലൈക്ക് ദിസ് ഫ്രൈ എല്ലാം ഇഷ്ടമാണ്. അയ്യോ പൊടു 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 പ്ലീസ് ബി ഗുഡ് ഗേൾ പൊടു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കുടുംബങ്ങളെയും കൊണ്ട് അനുകുട്ടിയും വിഷ്ണു എല്ലാം ലുലു മോളിലേക്ക് പോയി. ട്രിവാൻഡ്രത്തെ ഹാപ്പനിങ് പ്ലേസ് ലുലു മോളാണല്ലോ. അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, അത് കുടുവിന് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഒരു ടോയ് ട്രെയിനിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് പക്ഷേ ഒരു പബ്ലിക് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു. വിഷ്ണു അവിടെ മോളെ ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് വെയിറ്റ് ചെയ്യണം. ട്രെയിൻ എടുത്തോളൂ. പൊടു ഇസ് ഇൻ ദ ട്രെയിൻ. തേർഡ് റൗണ്ട് ആയോ വിഷ്ണു? പൊടു 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 പൊടുവിന് ഇനിയും പോകണം എന്നായിരിക്കും. വേറാതെയോ കുട്ടിയെ നോക്കൂ. കമ്മിങ് ഔട്ട്. പിന്നെ ഇനി അവരോടൊപ്പം കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പുറത്ത് ഒരു കറക്കം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡിന്നർ ഔട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതായത് വെളിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു ഓൾ.